ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, അതിനകത്ത് ഇത് 7ാമത്തെ ചാപ്റ്ററാണ് കെമിസ്ട്രിയിലെ. അതിനകത്ത് കുറച്ച് ടോപ്പിക്കുണ്ട്. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇത് ഇത്തിരി നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണേ. ഓക്കെ, നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഇങ്ങനെ പോവാം. ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. നോക്കാം. അപ്പോൾ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നും കൂടെ പഠിച്ചതേ ഉള്ളായിരുന്നു. റിയാക്ടൻസ് ചേർന്നിട്ട് നമുക്ക് എന്താവും, പ്രൊഡക്ട്സ് കിട്ടും എന്ന്. സപ്പോസ് ഒരു റിയാക്ടൻ്റാണ്, 2 റിയാക്ടൻ്റാണ് എയും ബിയും. അപ്പോൾ എയും ബിയും ചേർന്നിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടായി. ആ പ്രൊഡക്റ്റിലെ കമ്പോണൻസ് ആണ് സിയും ഡിയും എന്ന് വെച്ചോ. അതായത് A+B gives us C+D എന്ന് എഴുതി. ഇതെന്ന് പറയുന്ന ഈ റിയാക്ഷൻ ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, എയും ബിയും ചേർന്നിട്ട് C+D ഉണ്ടായി. എന്നാൽ സിയും ഡിയും ചേർന്ന് ഒരു രീതിയിലും റിയാക്ഷൻ നടത്തിയിട്ട് തിരിച്ച് ആ റിയാക്ടൻറ്റിലേക്ക് പോകുന്നില്ല. ഇനി എന്താണ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ? അങ്ങനെ നമ്മൾ ആരോ അപ്പോൾ ഒരു സൈഡിലേക്ക് ഇറിവേഴ്സിബിളിന് ഇടത്തുള്ളൂ. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനെ വീണ്ടും റിയാക്ഷൻ നടത്തുമ്പോൾ റിയാക്ഷനായിട്ട് മാറും. അപ്പോൾ അതിനെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയും. ഇത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവും, A+B മറ്റടുത്ത് ഒരാരോ ഉള്ളായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ വരുന്ന രീതിയിൽ എഴുതിയിട്ട് C+D. ദിസ് ഈസ് റിവേഴ്സിബിൾ. ഓക്കെ, അതായത് ഇവിടെ റിയാക്ടൻസ് ചേർന്ന് പ്രൊഡക്റ്റായി. ഇനി പ്രൊഡക്റ്റുകൾ ചേർന്ന് നമുക്ക് റിയാക്ടൻസ് കിട്ടുകയും ചെയ്യും. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പോൾ കെമിസ്ട്രിയിൽ ഇത്തരത്തിലുള്ള 2 റിയാക്ഷനാണ് ഉണ്ടാവുക, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇതിനാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. പ്രോബ്ലം അല്ല, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഒരു കണ്ടീഷനോ എന്തോ ആണ്, എന്താ വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അപ്പം നമ്മൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് 2 തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. നമുക്ക് പഠിക്കാനുള്ളത് റിവേഴ്സിബിൾ ആണ്. അതായത് A+B ചേർന്നിട്ട് നമുക്ക് പ്രോഡക്റ്റായ C+D ഉണ്ടാകും. ആ ഒരു അതിന് റിയാക്ഷനെ ഫോർവേഡ് റിയാക്ഷൻ എന്നും, C+D ആയ പ്രൊഡക്റ്റ് ചേർന്നിട്ട് നമുക്ക് റിയാക്ടൻ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ എന്താ പറയുക, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നു. നമുക്കറിയാം എന്ത് കാര്യങ്ങളും ഒരു പരിധി വരെ ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യും, കുറേ കഴിയുമ്പോൾ അത് നിൽക്കും, പിന്നെ ഫർദർ റിയാക്ഷൻ നടക്കാതെ വരും. അതായത് റിയാക്ടൻ്റ് പ്രൊഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, പ്രൊഡക്റ്റ് റിയാക്ടൻ്റ് ആയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ ആയിക്കൊണ്ടേയിരുന്നു. ഏതോ ഒരു കണ്ടീഷൻ എത്തിയപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നൊരു കണ്ടീഷൻ എത്തി. ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇക്വിലിബ്രിയത്തിലാണ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു റിയാക്ഷൻ നിന്നിട്ട് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയും. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. ഇനിയിപ്പോൾ നോക്കിക്കേ, ഒരു ജനറൽ റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മുടെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേറ്റഡ് C കോൺസെൻട്രേറ്റഡ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേറ്റഡ് A ഇൻറ്റു കോൺസെൻട്രേറ്റഡ് B. സപ്പോസ് ഈ ഇക്വേഷൻ തന്നെ അത് A+B gives us C+D എന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ആരോ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആരോ വിടണം. ഇതിന് കോഎഫിഷ്യൻ്റ് ഇട്ട് തരുമെന്ന് വെച്ചോ. 2A + 3B gives us 3C + 2D. അതായത് പ്രൊഡക്റ്റിൻ്റെ എല്ലാ സിയുടെ മുന്നിൽ ഒരു 3 എന്ന് പറഞ്ഞൊരു കോഎഫിഷ്യൻറ്റും ഡിയുടെ മുന്നേ 2 എന്ന് പറഞ്ഞ കോഎഫിഷ്യൻറ്റും ഉണ്ട്. ഇത് അതിൻ്റെ പവറായിട്ട് എഴുതണം എന്നാണ് ആ റൂളിനകത്ത് പറഞ്ഞത്. അപ്പം നമ്മുടെ Kc എന്തായി മാറും എന്ന് പറഞ്ഞേ, C the power of 3, D the power of 2, ഡിവിഷൻ A the power of 2, B the power of B. അപ്പം ജനറൽ റൂൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്മോൾ ലെറ്റർ A ക്യാപിറ്റൽ A പ്ലസ് സ്മോൾ ലെറ്റർ B ക്യാപിറ്റൽ B gives us സ്മോൾ ലെറ്റർ C ക്യാപിറ്റൽ C പ്ലസ് സ്മോൾ ലെറ്റർ D ക്യാപിറ്റൽ D എന്നതാണ് നമ്മുടെ റിയാക്ഷൻ. അതായത് സ്മോൾ ലെറ്റേഴ്സ് എല്ലാം കോഎഫിഷ്യൻ്റ് ആണ് എങ്കിൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എങ്ങനെ എഴുതും? ക്യാപിറ്റൽ C കോൺസെൻട്രേറ്റഡ് ക്യാപിറ്റൽ C ആണല്ലോ എൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ പവറായിട്ട് സ്മോൾ c എഴുതും ഇൻറ്റു D ക്യാപിറ്റൽ ഡിയുടെ പവറായിട്ട് സ്മോൾ d എഴുതും ബൈ ക്യാപിറ്റൽ എയുടെ പവറായിട്ട് സ്മോൾ a എഴുതും ഇൻറ്റു കോൺസെൻട്രേറ്റഡ് ഡിയുടെ മണ്ടയ്ക്ക് പവറായിട്ട് b എഴുതും. ഓക്കെ ആണോ? ഇങ്ങനെ വേണം ജനറൽ റിയാക്ഷൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഒരു 2 പ്രോബ്ലം നോക്കാം. ഫോർ ദ റിയാക്ഷൻ H2 + I2 ഗിവ്സ് ഫോർവേഡ് ബാക്ക്വേർഡും റിയാക്ഷൻ ഉണ്ട്, 2 ആരോ 2 സെല്ലിട്ട് 2HI. ഇതിൻ്റെ കേസ് എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് റേസ് ടു അതിൻ്റെ കോഫിഷ്യൻ്റ് എഴുതണം. അപ്പം ഓക്കെ, ഇതിൻ്റെ പ്രൊഡക്റ്റ് HI ആണ്, കോഫിഷ്യൻ 2 ആണ്, സോ അത് പവറായിട്ട് എഴുതി ബൈ. ഇനി H2വിന് കോഫിഷ്യൻ്റ് ഒന്നുമില്ല അല്ലേ, റിയാക്ടൻ്റ് I2വിനും കോഫിഷ്യൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് അതുപോലെ അങ്ങ് എഴുതുക. കോൺസെൻട്രേറ്റഡ് കോൺസെൻട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അതൊരു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി H2 I2. അപ്പോൾ ദ റിയാക്ഷൻ N2 + 3H2 ഗിവ്സ് 2NH3 എന്ന് പറയുമ്പോൾ കേസി എങ്ങനെ എഴുതും? NH3 ആണ് ഔട്ട്പുട്ട്, അതായത് പ്രൊഡക്റ്റ്, അതിൻ്റെ പവറായിട്ട് 2 എഴുതി. ഡിവിഷൻ N2വിന് പവർ ഒന്നുമില്ല, അതുകൊണ്ട് N2 തന്നെ എഴുതി. H2വിന് പവറുണ്ട് 3. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദീസ് റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം ലോയും പഠിച്ചു, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് പഠിച്ചു. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റം ആണ്. നോക്കാം എന്താണ് ഗേഷ്യസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതെന്താണ്? അതിൽ പ്രൊഡക്റ്റും റിയാക്റ്റൻറ്റും എന്താണ്? ഗ്യാസ് ആണ്. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാളും കെമിക്കൽ റിയാക്ഷൻ ഗ്യാസ് അല്ലാത്തതാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ ടേംസ് യൂസ് ചെയ്തായിരുന്നു അല്ലേ. ആ കോൺസെൻട്രേഷൻ ടേംസ് റീപ്ലേസ്ഡ് ബൈ പാർഷ്യൽ പ്രഷേഴ്സ്. അങ്ങനെ പാർഷ്യൽ പ്രഷേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KC വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ KP. ഓക്കെ, വേർ KP ഈസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. H2G + I2G, G ബ്രാക്കറ്റ് ഇട്ട ഗ്യാസ് ആണ്, ഗിവ്സ് us 2HI ഗ്യാസ്. അപ്പോൾ അതിൻ്റെ KP എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ P²HI, പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിലൊന്നല്ലേ പറഞ്ഞത്. അപ്പോൾ P²HI ബൈ PH2 × PI2. അപ്പോൾ ഇവിടെ എന്താണ് P എന്ന് കൊടുത്തേക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രൊഡക്റ്റ് ഓഫ് എന്താണ് ഇത് റിയാക്ടൻസ്. ഇവിടെ ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അപ്പോൾ പാർഷ്യൽ എന്ന് കാണിക്കാൻ വേണ്ടി പാർഷ്യൽ പ്രഷർ എന്ന് കാണിക്കാൻ P എഴുതി. ഇനി 2 HI മോളിക്കൂൾ ഉണ്ടായി, അതുകൊണ്ട് റൈസ് ടു 2 ഇട്ടു HI. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് HI ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് അയഡിൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ KP. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആർ: equilibrium constant is applicable only when the concentration of the reactants and products have attained their equilibrium state. നമ്മൾ പഠിച്ചായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റും പ്രൊഡക്റ്റും ചേർന്നിട്ട് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്താൻ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് KC എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി ദ വാല്യൂ ഓഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സിൻ്റെ ഇനിഷ്യലും പിന്നെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും വാല്യൂവിന് ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. മൂന്നാമത്തത് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആണ്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചായിരുന്നു ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാൻ പറ്റുള്ളൂ. സപ്പോസ് ഇഫ് ദർ ഈസ് ആൻ റിയാക്ഷൻ, അത് ഇക്വിലിബ്രിയം എത്തുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതി എങ്കിൽ അതിനെ ഒരിക്കലും നമ്മൾ KC എന്ന് ഡിനോട്ട് ചെയ്യത്തില്ല, അതിനെ നമ്മൾ QC എന്ന് വേണം ഡിനോട്ട് ചെയ്യാൻ. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ പറയുന്ന റിയാക്ഷൻ കോഷ്യൻ്റ് എന്നാണ്. ഒരു ജനറൽ റിയാക്ഷൻ AA + BB gives us CC + DD ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് KC എഴുതാൻ എന്താണ്, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവർ ഇടണം കോഎഫിഷ്യൻ്റ് ഇൻറ്റു രണ്ടാമത്തെ പ്രൊഡക്റ്റിൻ്റെ ഡിവിഷൻ, ആദ്യത്തെ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവർ വിട്ട് രണ്ടാമത്തെ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ പവർ വിട്ട് എഴുതി വെക്കുക. പക്ഷേ ഇതൊരിക്കലും KC ആവില്ല. ഇഫ് ദ റിയാക്ഷൻ ഈസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം, ദെൻ വാട്ട് വിൽ ബി ദാറ്റ് ദ റിയാക്ഷൻ കോഷ്യൻ്റ് QC. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. പ്രഡിക്ഷൻ ഓഫ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ എത്രത്തോളം നടന്നു
രണ്ടാമത്തത് പ്രഡിക്ഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ, അതായത് റിയാക്ഷൻ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണ് ഡ്യൂറേഷൻ ഓഫ് ദ റിയാക്ഷൻ, രണ്ടാമത്തത് ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് കണ്ടുപിടിക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ ആദ്യത്തെ പോയിന്റ് പ്രഡിക്ഷൻ ഓഫ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ. റിയാക്ഷൻ എത്രത്തോളം നടന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ്റെ തോത് അല്ലെങ്കിൽ ഡ്യൂറേഷൻ എത്രയാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് KC ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ആദ്യത്തെ കേസ്, ഇഫ് KC ഈസ് ഗ്രേറ്റർ ദാൻ 10⁻3, അതായത് പോസിറ്റീവ് പവറാണ്, അപ്പോൾ അത് KC വെരി ലാർജ് എന്നാണ് അർത്ഥം. ദ റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ, അതായത് നമ്മുടെ റിയാക്ഷൻ ഏകദേശം കഴിയാറായി, അതായത് അവിടെ KCയുടെ വാല്യൂ വെരി ലാർജ്. രണ്ടാമത്തെ പോയിന്റ്, ഇഫ് KC ലെസ് ദാൻ 10⁻³ ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് KC ഈസ് വെരി സ്മോൾ ദ റിയാക്ഷൻ പ്രൊസീഡ്സ്. റിയാക്ഷൻ എന്തൊക്കെയൊക്കെ നടന്നിട്ടുണ്ട്, അല്ലാതെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും ആയില്ല, കുറച്ചൊക്കെ പ്രോഡക്ട്സ് റിയാക്ടൻ്റ് ചേർന്നുണ്ടായി എന്നൊക്കെയാണ് അർത്ഥം. ഇഫ് ദ വാല്യൂ ഓഫ് ദ KC ഈസ് ബിറ്റ്വീൻ 10⁻³ and 10⁻³ അപ്രീഷിയബിൾ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ പ്രസൻറ്റ്. ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ, ഇത് ലിമിറ്റ് പറഞ്ഞേക്കുക, 10⁻³ 10⁻³ വന്നു കഴിഞ്ഞാൽ അപ്രീസിയബിൾ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ആയി, കുറച്ച് പ്രൊഡക്റ്റ് റിയാക്ടൻറ്റും കുറച്ച് അവിടെ കുറച്ച് റിയാക്ടൻ്റ് ചേർന്ന പ്രൊഡക്റ്റും ചേർന്ന റിയാക്ടൻറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രഡിക്ഷൻ ഓഫ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ ബൈ ദ വാല്യൂ ഓഫ് KC. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് KC. രണ്ടാമത്തെ എന്തായിരുന്നു? അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? പ്രഡിക്ഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക, അതായത് ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ. അന്നേരം എന്താ ചെയ്യാമെന്നറിയാമോ? നമ്മൾ QC കണ്ടുപിടിക്കും. QC കണ്ടുപിടിച്ച് വെച്ചായിരുന്നല്ലോ മുമ്പേ. ഇക്വിലിബ്രിയത്തിലാകുന്നതിന് മുന്നേ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ QC എന്നാണ് പറയുക, അല്ലേ? ആ കിട്ടിയ വാല്യൂ QC ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്ടൻസ്, റിവേഴ്സ് ഡയറക്ഷനിലാണ് പ്രോസസ്സ് നടക്കുക എന്നർത്ഥം. ഇനി ഇഫ് QC ലെസ് ദാൻ KC ആണെങ്കിൽ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊഡക്ട്സിൻ്റെ, അതായത് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. ഇഫ് QC ഈസ് ഈക്വൽ ടു KC ദ റിയാക്ഷൻ മിസ്റ്റർ ഈസ് ഇൻ അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലാകാത്തത് കൊണ്ടാണല്ലോ QCയുടെ വാല്യൂ നമ്മൾ പറയുക ഡിഫറെൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് QCയുടെ വാല്യൂ കൂടുതലാണോ ആണെങ്കിൽ നമ്മൾ റിവേഴ്സ് റിയാക്ഷനാണ്, QCയുടെ വാല്യൂ കുറവാണോ അന്ന് നമ്മൾ പറയും ഫോർവേഡ് ഡയറക്ഷനാണ്. മുകളിലത്തെ ആരോ, റിവേഴ്സ് ഡയറക്ഷൻ എന്നാൽ താഴത്തെ ആരോ. ഫോർവേഡും ബാക്ക്വേർഡും അറിയാമല്ലോ. ഓക്കെ, അത് കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. QC വലുതാണെങ്കിൽ നോർമലി എന്താണ്? QC റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്ടൻസ്, റിവേഴ്സ് ആണ്. QC കുറവാണ്, KC കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം പയ്യെ ഫോർവേഡ് റിയാക്ഷനുകളാണ്. അത് രണ്ടും കൂടി ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്താവും? ഇക്വിലിബ്രിയത്തിലാവും. ഓക്കെ, ഇത്രയാണ് ആദ്യത്തെ രണ്ട് ടോപ്പിക്ക്. ഓക്കെ.